എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ സമയമായപ്പോഴാണ് ഞാനിങ്ങനെ വീഡിയോ നോക്കിയപ്പോൾ അതിനൊരു ഇൻട്രോ ഇല്ല. അപ്പോൾ ഇൻട്രോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ പോവാം, ഓവറാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ക്ലീനിങ്, ഓർഗനൈസിങ്, ഡസ്റ്റിങ്, ഒരു റീഅറേഞ്ച്മെൻറ്റ് ഒക്കെ ചെയ്ത ഒരു ബിസി ആയിട്ടുള്ളൊരു വീക്കായിരുന്നു. അപ്പോൾ വീട്ടിൽ വരുത്തിയ കുറച്ച് മാറ്റങ്ങൾ, കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാ വർഷവും സമ്മർ ആവുമ്പോൾ ഞാനൊരു ഡീപ്പ് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ വീട്. ഇത്തവണ ആ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒപ്പം നമ്മൾ 3rd ട്രൈമസ്റ്ററിലൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വീട്ടിൽ വരുത്തണം. അപ്പോൾ ആ കാര്യം കൂടെ ചേർന്നിട്ടുള്ള ഒരു മാഷപ്പ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ ഓവറായി പറഞ്ഞ് ചളാക്കുന്നില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഏകദേശം 2-3 ആഴ്ച മുന്നേ നമ്മൾ ബേബി പാർക്കിൽ പോയിട്ട് കുറച്ച് സംഗതികളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതിൻ്റെയൊക്കെ ഡെലിവറിയാണ് കേട്ടോ ഇന്ന്. രാവിലെ 9 മണിക്കായിരുന്നു ഡെലിവറി ടൈം. കൃത്യസമയത്ത് ഇതേ വന്ന് പുള്ളി ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇതിൽ ബാസ്നറ്റ് ഉണ്ട്, ക്രിബ് ഉണ്ട്, ഡയപ്പർ ചേഞ്ചിങ് സ്റ്റേഷൻ ഉണ്ട്, പിന്നെ ബാത്ത് ടബ് ഉണ്ട്, കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്. അധികം ബോക്സസും നമ്മുടെ ബെഡ്റൂമിലോട്ടും ബാത്റൂമിലോട്ടും ഒക്കെ പോകേണ്ടതാണ്. പക്ഷേ ഇവരുടെ പോളിസി പ്രകാരം ഇവർ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ ഡെലിവറി ചെയ്യുള്ളൂ. ഈ പ്രൊഡക്ട്സ് ഒക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഇനീഷ്യൽ പേയ്മെൻറ്റ് ചെയ്യണം. നമ്മൾ 50% ഓഫ് പേയ്മെൻറ്റ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി എമൗണ്ട് നമ്മൾ ഇന്ന് പേ ചെയ്യണം. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ പരിപാടി. അടുത്ത പരിപാടി, ഈ ഒരു റൂം നമ്മളൊരു ബേബി റൂമാക്കി മാറ്റാനുള്ളൊരു ശ്രമമാണ് കേട്ടോ. ഇപ്പം അധികം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മളൊരു വാർഡ്രോബ് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഈ റൂമിലൊരു വാർഡ്രോബ് ചെയ്യണമെന്ന് കുറച്ച് കാലമായിട്ട് നമ്മൾ രണ്ടുപേരും ചിന്തിക്കുന്ന കാര്യമാണ്. പിന്നെ അതിനൊരു എമർജൻസി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിലും കുട്ടിക്ക് ഇവിടെ ഒരു വാർഡ്രോബിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇത്രയൊന്നും ഡ്രസ്സ് ഇനീഷ്യലി ഉണ്ടായിരിക്കില്ലല്ലോ. പക്ഷെ ഇപ്പോൾ അമ്മയും അച്ഛനും വരുന്നുണ്ട്. അപ്പോൾ 3 മാസത്തോളം അവരിവിടെ ഉണ്ടാകുമ്പോൾ അവർ ഡ്രസ്സൊക്കെ നല്ല വൃത്തിക്ക് എടുത്ത് വെക്കേണ്ട സ്ഥലം വേണ്ടേ. അതുകൊണ്ടാണ് എന്തായാലും നമ്മൾ വിചാരിച്ചിരുന്ന കാര്യം ഇപ്പം അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ഒരു എൻറ്റയർ സെറ്റ് നമ്മളെടുത്തത് ഐക്യന്നാണ് കേട്ടോ. നമ്മൾ ഐക്യയിൽ പോയി ഓർഡർ ചെയ്തു. അന്ന് ഈവനിങ് തന്നെ കാര്യങ്ങളെല്ലാം പിക്ക് ചെയ്ത് വന്ന് ഇവിടെ ഏകദേശം ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായി ഈ പാക്കേജസ് എല്ലാം ഇരിക്കുന്നു. ഞാനും വിഷ്ണുവും വിനിയും കൂടെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വാർഡ്രോബ് ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം കൂടെ ഒരു ദിവസം നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് 2 ദിവസമായിട്ട് ചെയ്യാമെന്നാണ് നമ്മുടെ ഇനീഷ്യൽ പ്ലാൻ. ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് സ്കിൽസ് നമ്മൾ പുതിയതായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ പെയിൻറ്റിങ്, പിന്നെ ഇങ്ങനെ വാർഡ്രോബ് ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫിക്സിങ് പരിപാടിയൊക്കെ ഇവിടെ വന്നതിന് ശേഷം എക്സിസ്റ്റൻസിന് വേണ്ടി പഠിച്ചതാണ്. പക്ഷെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ അതിൽ നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട്. ഇന്നത്തേക്ക് തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണേ. ഈ ഒരു സൈഡ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹാഫ് ഡേ പരിപാടിയായിരുന്നു കേട്ടോ. പക്ഷേ ഇതേപോലത്തെ ഒരു യൂണിറ്റ് തന്നെയാണ് നമുക്ക് മറ്റേ സൈഡിലും ചെയ്യാനുള്ളത്. അത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് പോകുമായിരിക്കും. ഞാൻ തൽക്കാലം ഇവിടെയുള്ള കാർഡ്ബോർഡും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റും ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് പുതിയ ഫേർണിച്ചേഴ്സ് വാങ്ങിക്കും, അതേപോലെ തന്നെ പുതിയ കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇതാണ് കേട്ടോ ഇപ്പോൾ ബെഡ്റൂമിൻ്റെയും വീടിൻ്റെയും ഒക്കെ ഒരു അവസ്ഥ. ഇത്രയും കാര്യങ്ങളൊക്കെ കുട്ടി ജനിക്കുന്നതിൻ്റെ മുന്നേ വാങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഉത്തരം അത്ര അത്യാവശ്യമൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് ടോട്ടലി നമ്മുടെ പേരൻസിൻ്റെ പ്രിഫറൻസ് ആണ്. എത്രത്തോളം സാധനം വാങ്ങിക്കണം, എന്തൊക്കെ സാധനം വാങ്ങിക്കണം എന്നുള്ളത്. ക്രാംസോഗ് വീട്ടിൽ വന്ന് ബേസിക് ആയിട്ടുള്ളൊരു ലിസ്റ്റ് മാത്രമേ അവർ തരുള്ളൂ. ബാക്കി നമ്മൾ ആഡ് ഓൺ ചെയ്ത് വാങ്ങിക്കുന്നതും കൂടെയാണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം പേരൻസ് ഒക്കെ ആകുമ്പോൾ എല്ലാ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. കുറേ പുതിയ കാര്യങ്ങൾ വാങ്ങിക്കാനും ട്രൈ ചെയ്യാനും ഒക്കെ. അതിൽ പകുതി സാധനങ്ങളും പിന്നീട് നമ്മൾ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാൽ ഈ ഒരു 3rd ട്രൈമസ്റ്റർ, ഈ ഒരു നെസ്റ്റിംഗ് ഫേസിന് അതിൻ്റേതായിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക, വാങ്ങിക്കുക എന്നുള്ളതൊക്കെ. ഞാനും വിഷ്ണുവും ചിന്തിക്കാറ്, നമ്മൾ രണ്ടുപേർക്കും ഇനി ഒരു പ്രഗ്നൻസി ഫേസ് ഉണ്ടോ എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് മാക്സിമം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ ഹാപ്പിനെസ്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഫസ്റ്റ് ടൈം പേരൻസ് ആവുന്ന ആൾക്കാർക്ക് പൊതുവെ എന്നെപ്പോലെ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടുതലായിരിക്കുമല്ലോ. അധികം സാധനങ്ങൾ ഇപ്പോൾ വാങ്ങിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു ഓവർ ബൈ കാറ്റഗറിയിൽ വരുന്നത് തന്നെയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമ്മളൊരു അഡ്വൈസോ അല്ലെങ്കിൽ ഒരു സജഷനോ ചോദിക്കാത്തിടത്തോളം കാലം അവരുടെ ഈ ഒരു ഫേസിൽ നമ്മൾ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചിലപ്പോൾ വാങ്ങിക്കുന്ന കാര്യങ്ങളെക്കാളും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഒരു ഫേസിനായിരിക്കാം. പിന്നെ എനിക്ക് രസം തോന്നിയൊരു കാര്യം, ചിലപ്പോൾ നാളെ ഞാൻ ഉൾപ്പെടെ പുതിയൊരു പേരൻറ്റിനെ കാണുമ്പോൾ ചിലപ്പോൾ പറഞ്ഞേക്കാം ഇതൊന്നും ഒരാവശ്യമില്ലാന്ന് കേട്ടോ. ഇതൊരു സൈക്കിളാണ്, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കും തോന്നണോ. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വാർഡ്രോബ് പരിപാടി ഇതെവിടെ തീർന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ വേണ്ടിയിട്ട്? ഈ റൂം ഇപ്പോഴും നല്ല മെസ്സാണ്. ഇതൊക്കെ നമുക്ക് മെല്ലെ ഓരോരോ ദിവസങ്ങളായിട്ട് അറേഞ്ച് ചെയ്തെടുക്കാം. ഇന്ന് നമ്മൾ മൊത്തത്തിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിനകത്തുള്ള എല്ലാ ഡ്രോവേഴ്സിലെയും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പ്രോപ്പർലി ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാ കൊല്ലത്തിലും
ഒന്ന് രണ്ടില്ല ഒരു തവണ ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. കാരണം ഓരോ പീരീഡിലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുടെയൊക്കെ ലിസ്റ്റ് മാറും. അതേപോലെ തന്നെ പല കാര്യങ്ങളുടെ എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നോക്കിയിട്ടുള്ള ഒരു ക്ലിയറിംഗ് ആണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് പൊതുവേ ഈ ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഡസ്റ്റിങ്ങും പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗനൈസിങ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ ഡ്രോവേഴ്സിൻ്റെ അകത്തൊക്കെ കാര്യങ്ങൾ പ്രോപ്പർലി നമ്മുടെ ആവശ്യം അനുസരിച്ച് എടുത്തു വെക്കുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇഷ്ടത്തിനേക്കാളും ഉപരി എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നൊരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. 1-2 ഡ്രോവേഴ്സൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ കൗച്ചിലൊക്കെ വന്നിരുന്ന ആ ഫോട്ടോ ഒക്കെ നോക്കുമ്പോൾ വല്ലാത്ത ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ അമ്മ അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് ഭയങ്കര വൃത്തിയിലെടുത്ത് വെക്കുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്തും ഇപ്പം എൻ്റെ ബുക്ക് ഷെൽഫ്സ് അതേപോലെ തന്നെ എൻ്റെ ജ്വല്ലറി, എൻ്റെ ഡ്രസ്സ് ഇതൊക്കെ ഒരു 4-5 മാസം കൂടുമ്പോൾ അമ്മ എന്നെക്കൊണ്ട് എല്ലാം പുറത്തിടിപ്പിച്ച് എല്ലാം ക്ലീൻ ചെയ്ത് തിരിച്ചെടുത്ത് വെപ്പിക്കുമായിരുന്നു. തുടക്കത്തിൽ 1-2 തവണയൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നത് ചെയ്യണേൽ. പക്ഷെ ഇത് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയായിരുന്നു അത്. പിന്നെ അമ്മ പറയാതെ തന്നെ ഈ ജ്വല്ലറിയുടെ ഭാഗങ്ങളൊക്കെ ഞാനതെടുത്ത് ഇങ്ങനെ നോക്കി തുടച്ച് മിനുക്കി എടുത്ത് വെക്കുക എന്നുള്ളത് ഞാൻ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് എൻ്റെ ഒരു വലിയ ഹോബിയായിരുന്നു. അങ്ങനെ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ താഴെ വരുന്ന ഒരു ഡ്രോ നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ. കുറച്ച് പുതിയ ബ്രഷും കാര്യങ്ങളും പേസ്റ്റും പിന്നെ അതേപോലെ ഹെയർ കളറ് പിന്നെ സാനിറ്ററി നാപ്കിൻസ് പാൻറ്റി ലൈനർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ട്രിമ്മർ പിന്നെ വൈറ്റമിൻ ഇ ഓയിലൊക്കെ എക്സ്ട്രാ നമ്മൾ വാങ്ങിക്കുമല്ലോ, അതൊക്കെയാണ് നമ്മളിതേ ഈ ഒരു ഡ്രോവറിൽ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി മുകളിൽ ഒരു ഡ്രോവും കൂടെ ഉണ്ട്. അതിലാണ് നമ്മൾ ബ്രഷും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ നമ്മുടെ ഹെയർ ഡ്രയർ അങ്ങനെ നമുക്ക് ഡെയിലി കുളി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാലൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ, അതൊക്കെയാണ് ഈ ഒരു മുകളിലെ ഡ്രോയിൽ ഞാൻ വെക്കുന്നത്. നേരത്തെ അമ്മേനെ പറ്റി പറഞ്ഞപ്പോഴേ അമ്മമ്മേനെ പറ്റിയും കൂടെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവില്ല കേട്ടോ. കാരണം അമ്മേനേക്കാളും ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ക്ലീൻ ചെയ്ത് കൊണ്ടുനടക്കുന്ന ഒരാളാണ് അമ്മമ്മ. അതായത് വീട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ കളിയാക്കി പറയും ഇനി അമ്മമ്മ ഇപ്പോൾ തൊടിയിലേക്ക് ഇറങ്ങും, തൊടിയിലെ പ്ലാവില മുഴുവൻ അടിച്ച് കത്തിച്ച് അങ്ങനെ തൊടിയും കൂടെ ക്ലീൻ ചെയ്യാൻ തുടങ്ങും എന്നുള്ളത്. അമ്മമ്മ അങ്ങനെ 1 മിനിറ്റ് വെറുതെ ഇരിക്കുന്നതോ അങ്ങനെ വീട് വൃത്തികേടായി കിടക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ചിലപ്പോൾ അത് കണ്ട് വളർന്നതുകൊണ്ടായിരിക്കാം നമ്മൾ അത്ര എത്തില്ലെങ്കിലും അമ്മയെ അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അടുത്ത ജനറേഷനായിട്ട് ഈ പറയുന്ന ഞാൻ അമ്മയുടെ അത്ര എത്തില്ലെങ്കിലും എന്നാലും അത്യാവശ്യം ക്ലീൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. ക്ലീനിങ് ഒട്ടൊരു സ്ട്രെസ്ഫുള്ളായിട്ടൊരു കാര്യമായിട്ടല്ല കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്താ പറയുക മോശമായി കിടക്കുന്ന ഏരിയയൊക്കെ വൃത്തിയാക്കി ഒതുക്കി അടക്കി പെറുക്കി എടുത്ത് വെക്കില്ലേ, ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിലൊരു കോമഡി കാര്യം കൂടെ പറയട്ടെ. നമ്മളെപ്പോഴും റിവേഴ്സ് ഡയറക്ഷനിൽ കളിയാക്കി കൊണ്ടിരിക്കും. അതായത് ഞാൻ എപ്പോഴും അമ്മേനെ കളിയാക്കും, അമ്മയ്ക്ക് ഭയങ്കര ക്ലീനിങ് ആണ് എന്തിനാണ് ഇത്ര ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അമ്മ എപ്പോഴും അമ്മമ്മേനെ കളിയാക്കുമായിരുന്നു, എന്തിനാണ് അമ്മ ഇത്ര ക്ലീൻ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. ഇത്തവണയും കൂടെ നാട്ടിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞുള്ളൂ അമ്മയ്ക്ക് ക്ലീനിങ് കുറച്ച് കൂടുതലാണെന്ന്. അപ്പോൾ ഇങ്ങനത്തെ കോൺവെർസേഷൻ നമ്മുടെ വീട്ടിൽ പൊതുവേ റിവേഴ്സ് ഡയറക്ഷനിൽ നടക്കാറുള്ളൊരു കാര്യമാണ് കേട്ടോ. ആ കഥയൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്ക് നമ്മുടെ വാഷ് ബേസിൻ്റെ താഴെയുള്ള മുകളിലത്തെ ഒരു ഏരിയയും കൂടെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോക്സ് ഞാനിവിടെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാട്ടോ, ബോക്സ് ഇളകി കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. മുകളിലത്തെ ഈ ഒരു ഡ്രോവറിൽ നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള ക്രീം അതേപോലെ തന്നെ ചീപ്പ് ബ്രഷ് പേസ്റ്റ് പിന്നെ ഹെയർ ഡ്രയർ സ്ട്രെയിറ്റ്നർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വാഷ് ബേസിൻ ഏരിയയും കൂടി ഒന്ന് കഴുകി ഇന്നത്തെ ഒരു പരിപാടി നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഏരിയ നമ്മൾ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ. അതിൽ കുറച്ചൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഹെയർ കളർ അങ്ങനത്തെ സംഗതിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നത്. വിഷ്ണു ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. സാധാരണ ഈ ഒരു വേസ്റ്റ് ക്ലിയർ ചെയ്യുന്ന പരിപാടിയും കൂടെ ഞാൻ തന്നെ ചെയ്യാറ് കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് നിലത്തിരുന്ന് ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞ് വിഷ്ണു വേസ്റ്റൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടെ നമ്മുടെ ബാത്റൂം ക്ലീനിങ് പരിപാടി ഏകദേശം തീർന്നു. ഇനി നമ്മുടെ ഇന്നത്തെ മെയിൻ ഫോക്കസ് ബെഡ്റൂമാണ് കേട്ടോ. ബെഡ്റൂമിൽ നമുക്ക് 2 ബെഡ് സൈഡ് ടേബിൾ വരുന്നുണ്ട്. ഒന്ന് ഇവിടെയും പിന്നെ ഒന്ന് മറ്റേ സൈഡിലും. ഇത് ഞാൻ തന്നെ ഫിക്സ് ചെയ്ത ബെഡ് സൈഡ് ടേബിളാണ്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നും ഇത്ര കാലം അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല. കാരണം തൊട്ടപ്പുറത്തായിരുന്നല്ലോ വർക്ക് റൂം, അവിടെയായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എക്സ്ട്രാ കുറച്ച് രാത്രി ആവശ്യമുള്ള മെഡിസിൻസ്, അതായത് ഇപ്പോൾ മൂവോ അല്ലെങ്കിൽ വല്ല നെയ്സൽ സ്പ്രേ അങ്ങനത്തെ സംഗതികളൊക്കെ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്കിനി ഒന്ന് വൃത്തിക്ക് അടക്കി പെറുക്കി ഒതുക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കേബിൾ ഹോൾഡേഴ്സും അതേപോലെ തന്നെ ഓർഗനൈസിങ് ബോക്സസും ഒക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിൽ കാണിക്കുന്ന ഒട്ടുമിക്ക പ്രൊഡക്ട്സിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ അതൊക്കെ ആമസോൺ NLൻ്റെ ലിങ്ക് ആയിരിക്കും, കാരണം ഞാൻ അവിടെ നിന്നാണല്ലോ വാങ്ങിയത്. അപ്പോൾ സെയിം പ്രൊഡക്റ്റ് നിങ്ങൾ ആമസോൺ ഇന്ത്യയിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ, ഏതെങ്കിലും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് തോന്നുകയാണെങ്കിൽ. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ചാർജിങ് കേബിൾസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോൾഡറാണ് ഇത്. പിന്നെ ഇതാണ് ഞാൻ ഇങ്ങോട്ട് വാങ്ങിയ ഓർഗനൈസിങ് ബോക്സസ് കേട്ടോ. ഫോട്ടോയിൽ കണ്ടപ്പോഴും റിവ്യൂ നോക്കിയപ്പോഴൊക്കെ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ക്വാളിറ്റീനെ പറ്റിയിട്ട്. പക്ഷേ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ, നല്ല സ്ട്രോങ് ആണ്.
ഈ ഓർഗനൈസിങ് ബോക്സസ് നമ്മൾ എപ്പോഴും ഡ്രോവേഴ്സിൻ്റെ അകത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമുക്കത് ടൈറ്റായിട്ടിരിക്കണം എല്ലാ ബോക്സസും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ തവണയും ആ ഒരു ഡ്രോവർ വലിക്കുമ്പോൾ അത് മൂവ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ അതിനിഷ്ടമുള്ള സ്ഥലത്തൊക്കെ എത്തും. അതുകൊണ്ട് ടൈറ്റ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ. ഇതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ കുറച്ച് ഡയറിയും ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അത് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പെന്ന്, പിന്നെ എൻ്റെ ഹെഡ്സെറ്റ്, അങ്ങനെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സംഗതികളാണ് ഇവിടെ വെക്കുന്നത്. എനിക്ക് എല്ലാ ദിവസവും രാത്രിയായി കഴിഞ്ഞാൽ ഏകദേശം ഒരു 5-10 മിനിറ്റെങ്കിലും ഇവിടെ വന്നിരുന്ന് ചെറുതായിട്ടൊന്ന് എൻ്റെ ഒരു ദിവസം ഒന്ന് ആലോചിക്കുക, അതേപോലെ തന്നെ എനിക്ക് അടുത്ത ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളൊന്ന് എഴുതുക, ഒന്ന് പ്ലാൻ ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അധികം സമയമൊന്നും വേണ്ട, ഒരു 5-10 മിനിറ്റെങ്കിലും അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു ദിവസം ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ടുള്ളതുപോലെ ഫീൽ ചെയ്യും. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ എൻ്റെ ഫാനുകളാണ് വെക്കുന്നത് കേട്ടോ. എനിക്ക് 2-3 ഫാനൊക്കെ ഉണ്ട്. കാരണം എനിക്ക് ഫാനില്ലാതെ ഒട്ടും ഉറങ്ങാൻ പറ്റാത്തൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് നമ്മൾ ട്രിപ്പൊക്കെ പോവുകയാണെങ്കിലും ഈവൻ ഇപ്പം നമ്മൾ വിൻ്ററിൽ പോവുകയാണെങ്കിലും ഞാൻ ഈ ഫാനൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോവുക. ഇത് നമ്മുടെ അഡാപ്റ്റേഴ്സും ചാർജിങ് കേബിളും ഒക്കെ വെക്കുന്ന ഒരു ബോക്സാണേ. ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ചാർജിങ് കേബിളും ഉണ്ടായിരിക്കും. അതായത് ലൈറ്റ്നിങ് കേബിൾ, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കേബിൾസ് ഉണ്ടല്ലോ, അതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇതെന്തിനാണ് നമ്മളിപ്പോൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിൽ ഒരു സൈഡിൽ വരുന്ന ബെഡ് സൈഡ് ടേബിളിൽ നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. കാരണം ഇത് ആക്ച്വലി എൻ്റെ വർക്ക് റൂം മറ്റേ റൂമിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അവിടുന്ന് ഇപ്പോൾ ഞാൻ തന്നെ ചവിട്ടി പുറത്താക്കിയതുകൊണ്ട് ഈ സംഗതികളൊക്കെ ഈ റൂമിൽ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. ഇതാണ് നേരത്തെ കാണിച്ച കേബിൾ ഹോൾഡർ. അത് നമുക്കിവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ബാക്കിൽ നിന്ന് നമുക്ക് കണക്ഷൻ കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള കേബിൾസ് എല്ലാം ഇവിടെ വെക്കാം. ഞാൻ ഒരു ലൈറ്റ്നിങ്ങും സിയും പിന്നെ അതേപോലെ വാച്ച് ചാർജ് ചെയ്യാനുള്ള കേബിളുമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറേ ആയിട്ട് നമ്മൾ എടുത്ത് വെക്കുന്നതുകൊണ്ടേ കുറച്ച് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുമിച്ച് മിക്സ് ആയിട്ടായിരിക്കുന്നത്. അതൊക്കെ ഒന്ന് നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മുടെ 3 പേരുടെയും ഡോക്യുമെൻറ്റ്സ് സെപ്പറേറ്റ് ആയിട്ടൊന്ന് മാറ്റി ഒതുക്കി എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ വരുന്ന ബെഡ് സൈഡ് ടേബിളും കൂടെ റെഡിയാക്കാം. ഇത് വിഷ്ണുവിൻ്റെ സൈഡിൽ വരുന്ന ടേബിളാണ്. ഇതിൽ വിഷ്ണുവിൻ്റെ കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. അതുകൊണ്ട് പുള്ളിയുടെ കുറച്ചൊരു ഹെൽപ്പ് എനിക്ക് ആവശ്യമുണ്ട്. എന്തൊക്കെയാണ് ആവശ്യമില്ലാത്തതെന്നൊക്കെ. ഇത് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വാങ്ങിയ ഹ്യൂമിഡിഫയറാണ്. 2 ആഴ്ച ഇവിടെ വെച്ചപ്പോൾ എവിടെ നിന്നാണ് ഈ കണ്ട പൊടി മുഴുവൻ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ഈ വെതർ ഒന്ന് കുറച്ച് ബെറ്റർ ആയതിനു ശേഷം ഇടയ്ക്ക് ഞാൻ ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിടാറുണ്ട്. ആ വഴിയായിരിക്കും ഇപ്പം പൊടി വരുന്നതെന്നെങ്കിലും വിചാരിക്കുക. പക്ഷെ വിൻ്റർ ആയി കഴിഞ്ഞാൽ നമ്മളങ്ങനെ എപ്പോഴും ജനലൊന്നും തുറന്നിടാറില്ല കേട്ടോ. എന്നാലും അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ കുറേ പൊടി കാണാം. ഏത് വഴിയാണ് ഇത് വരുന്നതെന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അങ്ങനെ ഈ ഒരു സൈഡും നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസിങ് ബോക്സസ് ഒക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തെടുത്തു. അത് ഞാൻ പ്രത്യേകം കാണിക്കണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, വേറെ കുറച്ച് ഡ്രോവേഴ്സും കൂടെ നമുക്ക് അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ ജ്വല്ലറീസ് എല്ലാം വെക്കുന്നതാണ്. ഏറ്റവും മുകളിൽ കമ്മൽ, പിന്നെ അതേ മാലയും കമ്മലും വരുന്ന സെറ്റ്, പിന്നെ വളകളും പിന്നെ പൊട്ടും അങ്ങനത്തെ സംഗതികളെല്ലാം വെച്ച് അറേഞ്ച് ചെയ്തെടുത്തു. ഈ വളയൊക്കെ വളകാപ്പിൻ്റെ വളയാണേ, അല്ലാതെ ഇത്രയും വളയൊന്നും എനിക്ക് ആവശ്യമില്ല. പിന്നെ ബാക്കി മുക്കാൽ അതിൽ വരുന്ന ജ്വല്ലറീസും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ജ്വല്ലറീസ് വാങ്ങിക്കും അതേപോലെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ എന്നാലും എനിക്കത് വൃത്തിക്ക് എടുത്ത് വെക്കാൻ ഈ ജ്വല്ലറിയുടെ ഭാഗം ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അത് ഓർഗനൈസ് ചെയ്തും കൊണ്ടേയിരിക്കും. പിന്നെ ഇതെൻ്റെ സൺഗ്ലാസും വിൻ്ററിലെ കുറച്ച് സംഗതികളൊക്കെയാണ്. ഈ ഒരു ഫ്ലോറിലെ ഏകദേശം എല്ലാ ഡ്രോവേഴ്സ് നമ്മൾ റെഡിയാക്കി. ഇനി താഴെ ഒരു ഡ്രസ്സറുണ്ട്. ഇതിലാണ് നമ്മുടെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇത് ഞാൻ ഒരു 1 ഇയറിൽ ഒരിക്കലാണ് കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാറ്. കാരണം നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് ഈ കണ്ട മെഡിസിൻസ് എല്ലാം അമ്മ കൊടുത്തയക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇതൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ഇവിടെ ആകെ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ എന്ന് പറയുന്നത് പാരസെറ്റമോളാണ്. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം അതും എടുക്കാറില്ല. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് മെഡിസിൻസ് കയ്യിൽ വേണമല്ലോ എന്ന് പറഞ്ഞ് അമ്മ കൊടുത്തയക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് ഏകദേശം ഒരു 1-1.5 കൊല്ലത്തിൽ ഞാനൊന്ന് ചെക്ക് ചെയ്യും. ചിലതൊക്കെ എക്സ്പയർഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് ഈ ഒരു ഏരിയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിൻ മാത്രം വെക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലീനിങ്ങിൻ്റെ നമ്മുടെ ഉദ്ദേശം. ഇവിടെ പിന്നെ നമുക്ക് പനി എത്ര കൂടി കഴിഞ്ഞാലും വൈറലാണെന്നുണ്ടെങ്കിൽ അവർ പാരസെറ്റമോൾ കഴിക്കാൻ മാത്രമേ പറയുള്ളൂ. പിന്നെ ചില കണ്ടീഷൻ വേഴ്സ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ബാക്ടീരിയൽ ആണോ എന്ന് അവർ ചെക്ക് ചെയ്യും. എന്നാൽ മാത്രമാണ് അവർ ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ തരുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ബോഡി കുറേ യൂസ്ഡ് ആയി തോന്നുന്നു അധികം മെഡിസിൻ എടുക്കാതെ. ഞാൻ അധികം പാരസെറ്റമോളും എടുക്കുന്നത് കുറവ് തന്നെയാണ് കേട്ടോ. അങ്ങനെ എക്സ്പയർ കഴിഞ്ഞ കുറച്ച് മെഡിസിൻസും സപ്ലിമെൻറ്റ്സും ഒക്കെ നമ്മളിതേ ഒഴിവാക്കി. ആ 2 ചെറിയ ബോക്സ് ഞാൻ മാറ്റി വെച്ചത് അമ്മയും അച്ഛനും വരുമല്ലോ. അപ്പോൾ അവരുടെ മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ അവർക്ക് താഴെ വെക്കേണ്ടി വരും എപ്പോഴും കഴിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ 2 ബോക്സ് നമ്മളോട് ഒഴിച്ചിട്ടത്. പിന്നെ തൊട്ടപ്പുറത്ത് ദേ ഈ ഒരു ഡ്രോവറും കൂടെ ഉണ്ട്. ഇതിലങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് എക്സ്ട്രാ കീ കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ നമുക്ക് ലെറ്ററും കാര്യങ്ങളൊക്കെ വരില്ലേ, അത് നമ്മൾ തുറന്ന് നോക്കാത്ത ലെറ്റേഴ്സൊക്കെ എവിടെയാണ് എടുത്ത് വെക്കുക, ഇടയ്ക്കെടുത്ത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ കുറച്ച് ചില്ലറ പൈസ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഞാനിവിടെ താഴത്തെ ഫ്ലോറിന് വേണ്ടിയിട്ട് സിസേഴ്സും അതേപോലെ തന്നെ അതേ ഈ സ്റ്റാപ്ലറും കുറച്ച് സെല്ലോ ടേപ്പ് അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു, പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഒരു മെഷറിംഗ് ടേപ്പും അതും എപ്പോഴും ആവശ്യം വരും. അപ്പോൾ അതോടുകൂടെ തൽക്കാലം നമ്മൾ ഈ ഒരു ഡ്രോവേഴ്സിൻ്റെ ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ മെയിൻ ഫോക്കസ് ബെഡ്റൂമാണ് കേട്ടോ. ഇവിടെ നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാൻ പറ്റില്ല, എല്ലാം നമുക്ക് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ക്വിൽട്ട് ഒന്ന് മാറ്റാം കേട്ടോ. കാരണം ഇത് നമുക്ക് വിൻ്ററിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കട്ടിയായിട്ടുള്ള പുതപ്പാണ്. അത് കുറച്ചധികം ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ഒരു സമ്മറിൽ ഉപയോഗിക്കാൻ. കാരണം ചില ദിവസം ഇപ്പം നല്ലോണം ചൂടുണ്ട്, ഫാൻ ഇട്ട് കഴിഞ്ഞാലും ചൂട് കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് മാറ്റി ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്വിൽട്ട്. പിന്നെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമുക്കൊരു 28 വീക്സ് ഒക്കെ ആകുമ്പോൾ ക്രാംസോഗ് നമ്മുടെ വീട്ടിൽ വരും. നമ്മുടെ പോസ്റ്റ്മോർട്ടം ഫേസിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു ലേഡി ആയിരിക്കും അത്. അപ്പോൾ ഇവർ നമ്മുടെ 28ാമത്തെ ആഴ്ച അല്ലെങ്കിൽ 30ാമത്തെ ആഴ്ച വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിൽ റെഡിയാക്കി വെക്കാൻ വേണ്ടി പറയും. അതിലൊന്നായിരുന്നു ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു 3 സെറ്റ് ഓഫ് ബെഡ്ഷീറ്റും അതേപോലെ തന്നെ ഒരു 3 സെറ്റ് ഓഫ് ക്വിൽട്ട് കവറും നമ്മൾ റെഡിയാക്കി വെക്കാൻ. കാരണം ഇപ്പോൾ സമ്മറൊക്കെ ആവുകൊണ്ട് അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരിക്കും വീട്ടിനകത്ത്. അതുകൊണ്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സും അവർക്ക് ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെന്ന്. ഈ ഒരു 3 ബെഡ്ഷീറ്റും ബെഡ് കവറും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമ്മുടെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിലെ ബെഡിൻ്റെ സൈസും ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ ബെഡിൻ്റെ സൈസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ബെഡ്ഷീറ്റ് മിക്സായിട്ട് ഒരു അൽക്കുലത്തെ അവസ്ഥയിലാണ് മുകളിലിരിക്കുന്നത്. എനിക്ക് മാത്രമേ സത്യം പറഞ്ഞാൽ അറിയൂ ഏത് ബെഡ്ഷീറ്റ് ഏത് ബെഡിനാണ് മാച്ച് ആവുകയെന്ന്. പക്ഷെ ഞാനൊരു പോസ്റ്റ്മോർട്ടം ഫേസിലിരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് നല്ല ഡിഫിക്കൽട്ടായിരിക്കും അത് മുകളിൽ പോയി എടുത്തു കൊടുക്കാനും ഏത് ബെഡ്ഷീറ്റ് ഏത് ബെഡിൻ്റെയെന്ന് പറയാനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ മുകളിലിരിക്കുന്ന ബെഡ്ഷീറ്റ്സൊക്കെ 2 ബോക്സിലാക്കിയിട്ട് ഒന്ന് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെയും ഒന്ന് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമിൻ്റെയും ബോക്സസിലാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. അപ്പോൾ അവരോട് പറഞ്ഞാൽ മതിയല്ലോ ഈ ബോക്സിലുള്ളതാണ് ഈ ബെഡ്റൂമിലെന്ന്. അപ്പോൾ അതിന് വേണ്ട പരിപാടികളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിന് മുന്നേ നമുക്കൊരു കാര്യം കൂടെ ചെയ്യണം. ഈ ഒരു ബെഡ് നമുക്കൊന്ന് തിരിച്ചിടാം കേട്ടോ. ഇത് നമ്മളെല്ലാ 1 മാസത്തിലും ചെയ്യാറുണ്ട്. കാരണം ഞാനും വിഷ്ണു ആണല്ലോ രണ്ടറ്റത്ത് കിടക്കുന്നത്. നമ്മുടെ 2 പേരുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസമുള്ളതുകൊണ്ട് ചില യൂസ് ചെയ്യുന്ന ഭാഗം ബെഡ് ഇരുന്ന് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടി മാസത്തിലൊരിക്കൽ നമ്മൾ ബെഡൊന്ന് തിരിച്ചിടാറുണ്ട്, എല്ലാ സൈഡും യൂണിഫോം ആവാൻ വേണ്ടി. ഇങ്ങനത്തെ മെയിൻ പരിപാടിയൊക്കെ ഞാൻ പറയാറില്ലേ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാൾ വരാറുണ്ട് എന്ന്. അവരാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പക്ഷെ ഇപ്പോൾ ഒരു വെക്കേഷനിൽ മൊറോക്കോയിൽ പോയിരിക്കുകയാണ്. ഏകദേശം 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരൂ. അത്ര ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമുക്കിവിടെ ചെയ്യാനുണ്ട്. നമുക്കൊരു 30 ആഴ്ചയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് എന്ന് അവരൊരു ബോക്സ് അയക്കും. അതിൽ ഈ ഒരു ബെഡ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഷീറ്റ് ഉണ്ടായിരിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 32 വീക്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ, അന്ന് ക്രാംസോഗ് വന്നപ്പോൾ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിനി എപ്പോഴും വാട്ടർ ബ്രേക്കിനുള്ളൊരു സാധ്യതയുണ്ട് എന്ന്. അതുകൊണ്ട് ഞാൻ കിടക്കുന്ന ഭാഗത്ത് ഈ ഒരു സംഗതി വിരിച്ചിടണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം ബെഡ്ഷീറ്റ് വിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കടന്നു കഴിഞ്ഞ് ഇൻ കേസ് രാത്രി എനിക്ക് വാട്ടർ ബ്രേക്ക് വന്നു കഴിഞ്ഞാലും മാട്രസ് ഭയങ്കരമായിട്ട് നനഞ്ഞു പോവില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ലെയർ ഇട്ടു. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ബെഡ്ഷീറ്റ് ഇടാം കേട്ടോ. അതാ ഞാൻ പറഞ്ഞത് നമുക്ക് അവർ മൊറോക്കോന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഇനി ഒരു 2-3 ആഴ്ച എടുക്കും. ഇങ്ങനെ ഈ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ നമ്മളിവിടെ ഇടുമ്പോഴാണ് വിഷ്ണുവിന് പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ വന്നത് കേട്ടോ. ഇതുവരെ ചിന്തിക്കാത്തൊരു കാര്യം. ഇനി ഇൻ കേസ് വാട്ടർ ബ്രേക്ക് വരുന്നത് കാറിന്നാണെങ്കിലോ? കാറ് മൊത്തം പ്രശ്നമായിരിക്കില്ലേ? അതുകൊണ്ട് വിഷ്ണു ഇങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നൊരു സംഗതിയാണ് കാറ്. അതുകൊണ്ട് ഇപ്പോൾ കാറിൻ്റെ സീറ്റിന് നമുക്ക് എങ്ങനെ ഒരു കവർ ഇടിക്കുക എന്നുള്ള റിസർച്ചാണ് വിഷ്ണു നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ബെഡ് വിരിക്കലിൽ ഭയങ്കര ടയറിംഗ് ആയിട്ട് തോന്നുന്നൊരു കാര്യമാണ് ഈ ക്വിൽട്ടിൻ്റെ കവർ നമ്മൾ ഇടിക്കില്ലേ. എത്ര ഒരു എനർജിയും സമയമാണ് അത് എടുക്കുക. മുന്നേയൊക്കെ ഞാൻ അത് കറക്റ്റ് ആവാൻ വേണ്ടി ഈ ക്വിൽട്ട് കവറിൻ്റെ അകത്ത് കയറിപ്പോയി 2 എൻഡിലും ക്വിൽട്ട് സെറ്റ് ചെയ്ത് വെച്ചൊക്കെ ഇറങ്ങി വരികയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അത്ര എനർജി എനിക്കിതിൽ കളയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട 1-2 ഹാക്കൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. എല്ലാം ഈക്വൽ കഷ്ടപ്പാട് തന്നെയാണ്. എനിക്ക് വലിയ ഒന്നിനേക്കാൾ മെച്ചമായി മറ്റൊരു കാര്യം തോന്നുകയൊന്നും ചെയ്തില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഓർഗനൈസിങ് ബോക്സ് കേട്ടോ. അതായത് നമ്മുടെ താഴത്തെ ബെഡ്റൂമിലെയും മുകളിലത്തെ ഗസ്റ്റ് ബെഡ്റൂമിലെയും കൂടെ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കണം എന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ഈ ഒരു ഓർഗനൈസിങ് ബോക്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയേ. കാരണം ഇതിൽ 2ലും കൂടെ എനിക്ക് എൻ്റെ 2 ബെഡ്റൂമിൻ്റെയും മുഴുവൻ കാര്യങ്ങളും കൊള്ളുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിത് എടുത്ത് വയ്ക്കുന്നത് ഗസ്റ്റ് ബെഡ്റൂമിൽ ബെഡിൻ്റെ താഴെയാണ് കേട്ടോ. അപ്പോൾ എടുക്കാനും പറയാനും ഒക്കെ വേണ്ടി കുറച്ചും കൂടെ എളുപ്പമായിരിക്കും.
എന്തായാലും നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലെ പരിപാടി കഴിഞ്ഞു. ബാക്കി ഇവിടെയാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ എല്ലാ ബെഡ്ഷീറ്റ്സും ക്വിൽറ്റിൻ്റെ കവേഴ്സും ഒക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എടുത്ത് പുറത്തിറക്കി നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ഈ ഒരു ഓർഗനൈസിങ് ബോക്സിൽ കയറ്റി അടച്ച് സെറ്റാക്കി നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ ബെഡിൻ്റെ താഴെ എടുത്ത് വെക്കാം. ഇന്നൊരു ദിവസം തൽക്കാലം നമ്മൾ വേറെ ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ല. വലിയൊരു കാര്യമൊന്നും ആയിരുന്നില്ല എന്ന് ചെയ്തത്. പക്ഷെ എന്നാലും ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഇത്രയും മതി. ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം നല്ല എനർജി പോകുന്നൊരു പരിപാടിയായിട്ട് തോന്നി ഈ ബെഡ് വിരിക്കൽ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മുടെ ക്ലീനിങ് ഇന്ന് ഈ ഒരു ബെഡ് റെഡിയാക്കുന്നതിൽ അവസാനിപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഈ ഒരു വാർഡ്രോബ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇവിടെ വെച്ച് ബാക്കിയൊക്കെ നമുക്ക് ഇവിടുന്ന് തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞയക്കാം. ഈ ഒരു ഫ്ലോറിൽ 2 റൂമും കൂടെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ഒന്ന് ഈ ഒരു വാർഡ്രോബ് റൂമും പിന്നെ ദേ അപ്പുറത്തുള്ള ഇതെല്ലാം അപ്പുറത്തെ റൂമിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അവിടുന്ന് തൽക്കാലം ആ വാർഡ്രോബ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. അന്ന് ആ വാർഡ്രോബൊക്കെ ഫിക്സ് ചെയ്തേ ഉള്ളൂ. അല്ലാതെ ഇവിടെ കാര്യമായിട്ടുള്ള ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും എടുത്തു വെക്കുന്ന പരിപാടി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. തൽക്കാലം ഈ ഡോർ ഇങ്ങോട്ട് അടയ്ക്കാം. എന്നാൽ ഈ വൃത്തികേട് കാണണ്ടല്ലോ. 2-3 ദിവസം കഴിഞ്ഞ് കയറി നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ഫോക്കസ് ഈ ഒരു വാർഡ്രോബ് ക്ലിയറിങ്ങിന് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ള ഒരു കാര്യമാണ്. എനിക്കധികം പാകമില്ലാത്ത ഡ്രസ്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് ഞാൻ പ്രോപ്പറായിട്ട് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ മാസമായിട്ടുള്ളൊരു ക്ലിയറിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. 2 കാര്യമുണ്ട്. ഒന്ന്, അധികം ബോട്ടം വെയറും എനിക്കിപ്പോൾ പാകമല്ല. കാരണം വയറുള്ളത് കാരണം പ്രഗ്നൻസിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് കണ്ട് ബോറടിച്ച പ്രഗ്നൻസി ലെഗിൻസാണ് ഞാൻ എവിടെ പോകുമ്പോഴും ഇടുന്നത്. പിന്നെ 2, നമുക്ക് അധികം ഫിറ്റ് ആവാത്ത ഡ്രസ്സ് ഞാൻ എപ്പോഴും പ്രോപ്പറായിട്ട് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. കാരണം ആവശ്യക്കാർക്ക് അത് കിട്ടുമല്ലോ. അപ്പോൾ ആ 2 മോട്ടീവിലാണ് നമ്മളിന്ന് ഈ ഒരു വാർഡ്രോബ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ കുറേ ഡ്രസ്സസിനോടെ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ വാല്യൂ ഉണ്ട്. എനിക്ക് പൊതുവേ ഡ്രസ്സും ഷൂവും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇമോഷണൽ വാല്യൂ ഉള്ള ഡ്രസ്സസ് കുറേ ഇതിലുണ്ട്. അങ്ങനത്തെ എനിക്ക് പാകമല്ലെങ്കിലും എനിക്കത് എടുത്ത് വെക്കേണ്ട ഒരു ഫീലുള്ളൊരു ഡ്രസ്സുണ്ട്. ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിച്ചൊരു ഡ്രസ്സായിരിക്കാം. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പ്രോപ്പർലി എടുത്ത് വെക്കുകയും ചെയ്യാം. ബാക്കിയെല്ലാം നമുക്ക് ഡൊണേറ്റ് ചെയ്യുകയും ചെയ്യാം. പ്രോപ്പർലി വാഷ് ചെയ്ത് എടുത്തു വെച്ച ഡ്രസ്സാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളതെല്ലാം. അതുകൊണ്ട് നമുക്ക് ഡൊണേറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇനി വാഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം എല്ലാം ഫ്രഷാണ്. നമുക്കിവിടെ പിന്നെ ഡ്രസ്സ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള ബോക്സസ് ഉണ്ട് കേട്ടോ. അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഡ്രസ്സ് പാക്കേജസിലാക്കി ഇട്ട് കഴിഞ്ഞാൽ അവർ പ്രോപ്പർലി ആവശ്യമുള്ള ആൾക്കാർക്ക് അവരിനെ എത്തിച്ചോളും. ഇവിടെ നമുക്ക് വേസ്റ്റ് ക്ലോത്ത് ഇടാൻ പറ്റുന്ന ഗാർബേജ് ബിന്നും ഉണ്ട്. അതേപോലെ തന്നെ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സ്ഥലങ്ങളും ഉണ്ട്. എനിക്ക് തുടക്കത്തിലൂടെ വന്ന ഉടനെ 1-2 തവണ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നേ. അതാ ഞാൻ എടുത്ത് പറയാൻ കാരണം. നിങ്ങൾ കുറച്ച് പേരൊക്കെ മെസ്സേജ് അയക്കും, മെയിൽ അയക്കുകയൊക്കെ ചെയ്യാറില്ലേ വരുമ്പോൾ ഡ്രസ്സ് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇത്തവണ വന്നപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ലഗേജിൻ്റെ ഒരു കൺസ്ട്രെയിൻ ഉള്ളത് കാരണം എനിക്ക് എത്ര ഡ്രസ്സ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നാലും കുറച്ച് വെയിറ്റ് ഞാൻ അതിനുവേണ്ടി മാറ്റി വയ്ക്കാറുണ്ട്. നമ്മളിപ്പോൾ ക്ലിയർ ചെയ്യുന്നത് നമ്മുടെ സമ്മർ ഡ്രസ്സസ് ആണ്. ബാക്കി വിൻ്ററിലെ സ്വെറ്റേഴ്സും പിന്നെ സമ്മറിലെ ടോപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മുടെ ടാസ്ക് നമ്മൾ ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിനോടുള്ളൊരു ഇഷ്ടം കാരണേ ഒരു റൗണ്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങളൊന്നും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി തോന്നില്ല. അതുകൊണ്ട് ഒരു റൗണ്ടിന് ശേഷം നമ്മൾ സെക്കൻഡ് റൗണ്ടിലോട്ട് കടന്നിരിക്കുകയാണ്. ഒന്നും കൂടെ കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. പൊതുവേ എൻ്റെ ഡ്രസ്സ്, ഷൂ അല്ലെങ്കിൽ ആക്സസറീസ്, ജ്വല്ലറീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ നിന്ന് പൊതുവേ അങ്ങനെ കേടുവരികയോ പൊട്ടുകയോ ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഭയങ്കര ശ്രദ്ധിക്കാറുള്ള കാര്യമാണത്. ജോലി കിട്ടി ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയത്. അന്ന് വാങ്ങിയ ചില കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതും വെറുതെ നമ്മൾ ഓർമ്മയ്ക്ക് എടുത്ത് വെക്കുന്ന രീതിയിലല്ല കേട്ടോ, ഞാൻ ഉപയോഗിക്കുന്ന രീതിയിൽ. പിന്നെ ചില സാധനങ്ങളൊക്കെ നമ്മൾ എത്ര നോക്കിയാലും ക്വാളിറ്റി നല്ലതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് കേടുവന്നോ അല്ലെങ്കിൽ മോശമായോ പോകുമല്ലോ. എനിക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കേടുവന്ന് പോയി കഴിഞ്ഞാൽ. അങ്ങനെ ഒരു സെക്കൻഡ് റൗണ്ട് ഓഫ് നോക്കലിനും കൂടെ ശേഷം കുറച്ചും കൂടെ ഡ്രസ്സസ് നമ്മൾ മാറ്റി വെക്കും എടുത്തു വെക്കുകയൊക്കെ ചെയ്ത് ഏകദേശം നമ്മൾ നമ്മുടെ വാർഡ്രോബ് എനിക്ക് വേണ്ട ഒരു രീതിയിലാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 2 ബോക്സസും നമുക്ക് ഗരാജിലോട്ട് പോകാനുള്ളതാണ്. ഇതിലധികം എൻ്റെ ജീൻസും പാൻസും അങ്ങനത്തെ സംഗതികളൊക്കെയാണ് വരുന്നത്. നമുക്ക് നമ്മുടെ നോർമൽ പാൻസ് തന്നെ പ്രഗ്നൻസി ടൈമിൽ ഉപയോഗിക്കാം. പക്ഷെ നമ്മളൊരു ഒരു എക്സ്റ്റൻഡർ പോലത്തെ ഒരു സംഗതി ഉപയോഗിക്കണം. അതൊന്നും ഞാൻ വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ എനിക്കത് അത്ര അങ്ങോട്ട് കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ പ്രഗ്നൻസി ലെഗിൻസ് തന്നെയാണ് ടോപ്പ് ഇടുമ്പോൾ ഉപയോഗിക്കാറ്.
അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഗരാജിലോട്ട് പോകും. ഏകദേശം ഒരു 8-9 മാസത്തിൽ എനിക്കിതിൽ തിരിച്ചു കയറാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാം തിരിച്ചിറക്കിയിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കി വെക്കാം. അപ്പോൾ ഈ ബോക്സസിൻ്റെ ഒക്കെ പുറത്ത് നമുക്കൊരു സ്റ്റിക്കറും കൂടെ എഴുതി വെക്കണം കേട്ടോ. കാരണം ഇപ്പോൾ ഇങ്ങനത്തെ കുറേ ബോക്സസ് ഗരാജിൽ ഇരിക്കുന്നുണ്ട്, നമ്മുടെ പാത്രങ്ങളുടെയും അതേപോലെ തന്നെ ക്രിസ്മസ് ഡെക്കോർസിൻ്റെയും ഒക്കെ. അപ്പോൾ അതിൽ പ്രോപ്പർലി ഒരു ലേബലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് എടുക്കാൻ വേണ്ടി ഈസി ആയിരിക്കും. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 8-9 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഡൊണേഷൻ ബോക്സ് ആണ്. ഇവിടെ നമ്മളിടുന്ന ഡ്രസ്സ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത് ഇന്ത്യ, നേപ്പാൾ, അതായത് ഏഷ്യയിലുള്ള കുറച്ച് കൺട്രീസിലോട്ട് പോകുന്ന ഡ്രസ്സസ്സാണ്. അപ്പോൾ ഞാൻ മേജറായിട്ടൊക്കെ ഡൊണേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അധികം ഞാൻ ഇവിടെ വന്നിട്ട് തന്നെയാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ ഈ ബോക്സസിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള റൂള് പ്രകാരം നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ഡ്രസ്സ് ഒരു കവറിലാക്കി പ്രോപ്പർലി ലോക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു ബാഗ് തന്നെയാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറ്. ഇതാവുമ്പോൾ നമുക്ക് മുകളിൽ കംപ്ലീറ്റ്ലി ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. വേറെ എല്ലാ ബിഗ് ഷോപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും കുറേയൊക്കെ ഡ്രസ്സ് പുറത്ത് പോകുന്നത് പോലെയാണ്. അങ്ങനെ ഈ ഒരാഴ്ച ചെയ്യണമെന്ന് വിചാരിച്ച വേറൊരു മേജർ കാര്യം കൂടെ നമ്മൾ ചെയ്തു തീർത്തു. ഇത് ഏകദേശം കഴിഞ്ഞൊരു 1-1.5 കൊല്ലമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് നമ്മുടെ ഡിന്നർ സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, നമ്മുടെ കയ്യിലുള്ളത് ഒരു ബ്ലാക്ക് ഡിന്നർ സെറ്റാണ്, ഒരു സെറാമിക്കിൻ്റെ. അത് ഏകദേശം ഒരു 6 കൊല്ലം മുന്നേ വാങ്ങിയതാണ് കേട്ടോ. നെതർലൻഡ്സിൽ വന്ന ഉടനെ ഒരു ഫുള്ളി ഫേർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റിലായിരുന്നു അത് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പ്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ ഉപയോഗിച്ചത്. പിന്നെ 1 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളൊരു അൺഫേർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറി. അപ്പോൾ ഈ കാണുന്ന സംഗതികളെല്ലാം നമ്മൾ വാങ്ങിക്കേണ്ടപ്പോൾ ഐക്യ പോയിട്ട് ഒരു സെറ്റ് പ്ലേറ്റ് നമ്മൾ വാങ്ങി. അതിപ്പോൾ ഏകദേശം 6 കൊല്ലമായിട്ടോ. പിന്നെ പിള്ളേരൊന്നും ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതൊന്നും അത്ര പെട്ടെന്ന് കേടുവരില്ലല്ലോ, പൊട്ടിക്കാനൊന്നും ആളില്ലല്ലോ. പിന്നെ ഇവിടെ പിള്ളേർ വരുമ്പോൾ നമ്മൾ പൊട്ടാത്ത പ്ലേറ്റ്സ് എല്ലാ വീട്ടിലുള്ളതുപോലെ കുറച്ചെണ്ണം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ബ്ലാക്ക് പ്ലേറ്റ് കുറേ കാലമായിട്ട് നന്നായിട്ട് ഓടുന്നുണ്ട്. കഴിഞ്ഞ ഏകദേശം ഒരു 1-1.5 കൊല്ലമായിട്ട് എനിക്ക് ആ പ്ലേറ്റ് കുറച്ച് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ട് കേടൊന്നും വരാത്തതുകൊണ്ട് അങ്ങനെ ഇപ്പം മാറ്റണ്ട എന്നുള്ളൊരു ചിന്താഗതിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ചിന്താഗതി മാറിയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു ദിവസം ആമസോണിൽ ഈ ഒരു ഡിന്നർ സെറ്റ് കണ്ടു. ലൈറ്റ് കളറായിരുന്നു, എനിക്ക് ലൈറ്റ് കളർ വേണമെന്നായിരുന്നു ഇനി വാങ്ങിക്കുമ്പോൾ. അത്യാവശ്യം ഈ കാണുന്ന പോലെ വലിയ പ്ലേറ്റും ചെറിയ പ്ലേറ്റും ബൗളും സൂപ്പ് ബൗളും ഒക്കെ വരുന്നുണ്ട്. എന്നാൽ പിന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തു. ദേ പുള്ളി വീട്ടിലെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും ചെറിയ ഇങ്ങനെ വാട്ടർ ബോട്ടിൽ ചേഞ്ച് ചെയ്യുക, പ്ലേറ്റ് മാറ്റുക, അതേപോലെ കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ മാറ്റുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 1-1.5 വർഷം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മാറ്റം ഈ ഒരു കിച്ചണിൽ വരുത്താറുണ്ട്, എക്സൈറ്റ്മെൻറ്റോട് കൂടി ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം പറഞ്ഞത് എൻ്റെ എക്സൈറ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. ഇതേപോലെ വിഷ്ണുവിന് ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ള സംഗതിയുണ്ട്. അതായത് എനിക്കിങ്ങനെ ഇഷ്ടമുള്ള സംഗതികളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളി വന്ന് സംഗതി എടുത്ത് 2 കൊട്ടും 2 തട്ടും ഒക്കെ നോക്കി അത് അത്ര അങ്ങോട്ട് രസമില്ല എന്നുള്ളൊരു ഫീഡ്ബാക്ക് എനിക്ക് അങ്ങോട്ട് തരും. കുറച്ച് കാലം കഴിഞ്ഞാൽ പുള്ളിക്ക് അത് ഉപയോഗിച്ച് ഇഷ്ടപ്പെടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് പ്ലേറ്റ് നമ്മുടെ പ്ലേറ്റിനേക്കാൾ കനം കൂടുതലാണോ കുറവാണോ എന്നുള്ള എക്സാമിനേഷനൊക്കെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്ലേറ്റിൽ കോഫി മഗ് വരുന്നില്ല. ഈ ഒരു ഡിന്നർ സെറ്റ് വന്നതിന് ശേഷം എങ്ങനെയുണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളെന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം കോഫി മഗ് സെപ്പറേറ്റ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് സെയിം കളറും സെയിം ബ്രാൻഡിൽ വരുന്ന സംഗതിയൊക്കെ ഉണ്ട്. പിന്നെ ഈ പ്ലേറ്റിൻ്റെ വെയിറ്റ് ആയിരുന്നു വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടത്. കാരണം ഇടയ്ക്ക് കയ്യിലൊക്കെ പിടിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര വെയിറ്റ് ഉണ്ടെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. നമ്മുടെ പഴയ പ്ലേറ്റിൻ്റെ ഏകദേശം ഒരു വെയിറ്റ് ഒക്കെ തന്നെയാണ് ഉള്ളൂ. പിന്നെ സെറാമിക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സെറ്റിൽ വരുന്നത് കേട്ടോ. ഈ ഒരു സൂപ്പ് ബൗൾ വരുന്നുണ്ട്, പിന്നെ ദേ ഈ കാണുന്ന ബൗൾ വരുന്നുണ്ട്, പിന്നെ ആ ഒരു വലിയ പ്ലേറ്റും ഈ ഒരു ചെറിയ പ്ലേറ്റും 6 എണ്ണം വെച്ചിട്ടാണ് ഓരോന്നും വരുന്നത്. നമ്മുടെ പഴയ പ്ലേറ്റിൽ കുറച്ച് സ്ക്രാച്ചസ് വന്നു എന്നല്ലാതെ വേറൊരു കാര്യമായിട്ടുള്ള പ്രശ്നം അതിനില്ല കേട്ടോ. അതുകൊണ്ട് പ്രോപ്പർലി നമുക്ക് എല്ലാ പ്ലേറ്റും എടുത്ത് ദേ ഈ കാണുന്ന ബോക്സിൽ വെച്ച് നമുക്ക് ഗരാജിൽ കൊണ്ടുവയ്ക്കാം. ഇപ്പോഴത്തെ ഈ ഒരു പ്ലേറ്റും ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഇവനെ ഗരാജിൽ നിന്ന് ഇറക്കാമല്ലോ. ഈ ഗരാജ് വീട്ടിലൊരു വൻ സംഭവമായിട്ട് എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. കാരണം വീട്ടിൻ്റെ അകത്ത് നമുക്ക് ചില സാധനങ്ങൾ എടുത്തു വെക്കാൻ സ്ഥലം ഉണ്ടായിരിക്കില്ലല്ലോ, പെട്ടെന്ന് ആവശ്യമില്ലാത്തതൊക്കെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതേ ഇങ്ങനെ ബോക്സസിലാക്കി എടുത്തു വെക്കാൻ ഗരാജ് ഒരു അടിപൊളി സ്ഥലമാണ്. ഗരാജിൽ ഒരു ചെറിയ ക്ലീനിങ്ങും കൂടെ ഈ ഒരു വീഡിയോൻ്റെ പാർട്ടാക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ ഇപ്പം തന്നെ നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങിയില്ലേ, അതുകൊണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ പാത്രമൊക്കെ നമുക്കൊന്ന് ഡിഷ് വാഷറിൽ എടുത്ത് വെച്ച് വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലീനിങ് ഓർഗനൈസിങ് വീഡിയോ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ. ഇനി അധികം ഗ്യാപ്പില്ലാതെ നമുക്ക് വീഡിയോസ് കാണാം. ഇത്രയും കാര്യങ്ങൾ എനിക്ക് കഴിഞ്ഞ ഒരാഴ്ച ചെയ്ത് തീർക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ 3rd ട്രൈമസ്റ്റർ ഒക്കെ ആവുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്യാനുള്ള ചെറിയ 1-2 ക്ഷീണത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രോപ്പർലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സൺഡേ ആവുമ്പോൾ അടുത്ത സൺഡേ ആവുമ്പോഴേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്ത് തീർക്കണം, അതും എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ടാസ്ക് ഡിവൈഡ് ചെയ്യാം, എന്തൊക്കെ കാര്യം ഒരു ദിവസം ചെയ്യാം, ഓവർ ആവുന്നുണ്ടോ ഒരു ദിവസം, കുറവാണോ ഒരു ദിവസം എന്നുള്ളതൊക്കെ പ്രോപ്പർലി പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത്.
അപ്പോൾ അധികം ഹെക്റ്റിക് അല്ലാത്ത രീതിയിൽ നമ്മൾ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്തു. എന്നാൽ 2-3 കാര്യങ്ങളും കൂടെ പെൻഡിങ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വരുന്ന വീഡിയോസിൽ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായി അമ്മയും അച്ഛനും വരുന്നത് എന്തായി, അവർക്ക് വിസ കിട്ടിയോ എന്നൊക്കെ. അവർക്ക് വിസ കിട്ടി, ടിക്കറ്റ് എടുത്തു, ഒരു 3 ആഴ്ചയിൽ അവർ എത്തുന്നതാണ്. എല്ലാം നന്നായി നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷമുള്ളൂ. നമുക്കിനി അധികം ഡിലേ ആവാതെ കൂടുതൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു 7 ദിവസത്തെ ഒരു ക്ലബിംഗ് ആയിരുന്നല്ലോ ഈ ഒരു വീഡിയോ. അതുകൊണ്ട് വേറെ വീഡിയോസ് ഒന്നും ഇടയിൽ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു കുറച്ചൊന്ന് വീഡിയോ ഡിലേ ആയത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇന്ന് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. വീണ്ടും നമുക്ക് കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ